ഇപ്പം ഈ നമ്മുടെ ഈ പ്രോപ്പർട്ടി ഇപ്പം വാങ്ങിച്ചേക്കുന്നത് ഏതൊക്കെ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്? ഇപ്പം അതൊരു എൻജിനീയറാണ്, ഷാർജയിൽ വർക്ക് ചെയ്യുന്നത്. കോലഞ്ചേരിയാണ് അയാളുടെ വൈഫ് ഹൗസ്, പാലക്കാടാണ് അയാളുടെ വീട്. ആ മുകളിൽ 3 പ്ലോട്ട് വാങ്ങിയിരിക്കുന്നത് BSNL ഓഫീസേഴ്സാണ്. ഒരാൾ പെരുമ്പാവൂരും ഒരാൾ കാലടിയിലും അങ്കമാലിയിലും വർക്ക് ചെയ്യുന്ന 3 BSNL ഓഫീസേഴ്സാണ്. മുകളിൽ മേടിച്ചിരിക്കുന്ന മഹാരാജ് കോളേജിൽ ഒരു പ്രൊഫസറുടെ മകന് വേണ്ടിയിട്ടാണ് ഒരു പ്ലോട്ട് വാങ്ങിയിരിക്കുന്നത്. അപ്പുറത്ത് വാങ്ങിയിരിക്കുന്ന ദുബായിലൊരു എൻജിനീയറാണ് വാങ്ങിയിരിക്കുന്നത്. അങ്ങറ്റത്തുള്ള വീട് വാങ്ങിയിരിക്കുന്ന ഷാർജയിൽ ഒരു ടെക്നീഷ്യൻ, ഇലക്ട്രോണിക് ടെക്നീഷ്യനാണ്. അയാൾക്ക് വേണ്ടി നമ്മളിപ്പം മൊത്തം നമ്മുടെ ഈ പ്രോപ്പർട്ടിക്കകത്ത് എത്ര പ്രൊജക്റ്റ് ഉണ്ട്? 13 പ്ലോട്ട് ഇതിനകത്തുണ്ടായിരുന്നു. അതിൽ 7 ഞങ്ങൾ പ്ലോട്ടായിട്ട് തന്നെ വിറ്റു. ബാക്കി 6 ആ 6 ഇപ്പോൾ ഞങ്ങൾ വില്ലകൾ പണിതുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഫേസിൽ ഈ 3 വില്ലകൾ 3 ബെഡ്റൂം, സെക്കൻഡ് ഫേസിൽ 3 വില്ലകൾ 4 BHK. ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ. ഈ നമ്മൾ പ്ലോട്ടുകളായിട്ട് വിറ്റിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ ഇപ്പോൾ അവർ ഈ വാങ്ങിച്ചവർ നമ്മളോട് പറഞ്ഞിട്ട് അവിടെ ഇനി വീട് വെക്കാൻ പറഞ്ഞാൽ നമ്മൾ വെച്ചു കൊടുക്കും? അത് തീർച്ചയായും ചെയ്യും. ആ 3 പേരും ആ 3 പ്ലോട്ടിൽ ഞങ്ങളുടെ അടുത്ത് ഓൾറെഡി ദേ ഹാവ് അപ്രോച്ച്ഡ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാമെന്ന് പറഞ്ഞൊരു ധാരണ ആയിട്ടുണ്ട്. ഞങ്ങളോട് ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഈ വർക്കൊക്കെ അവർ വന്ന് പല പ്രാവശ്യം വന്ന് കാണുന്നതാണ്. അപ്പോൾ അവർക്ക് ദേ ആർ എംപ്ലോയീസ്, അവർക്ക് ഇതിനുള്ള സമയം കുറവാണ്. അപ്പം ഞങ്ങളോട് ചെയ്യാവുന്ന ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളത് കൺസൾട്ട് പരിഗണിക്കാൻ നമ്മൾ റേറ്റും കൂടെ വെക്കണമല്ലോ. നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ നമുക്കതിനുള്ള റിട്ടേൺ കൂടെ കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് കഴിയട്ടെ, നമുക്ക് പിന്നെ അവർക്ക് ഇമ്മീഡിയറ്റ് ആവശ്യമില്ല. അതുകൊണ്ട് ഇത് കഴിയുന്ന സ്റ്റേജിലേക്ക് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പം എനിക്ക് മുമ്പേ നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ ഗേറ്റ് നോക്കാൻ വന്ന ഒരാൾ ഒരു സെയിൽ, അതിൻ്റെ എങ്ങനെയാണ് സാർ? ഗേറ്റിൻ്റെ സെയിലാണ് പുള്ളിയുടെ ശരിയായ വർക്ക്. പുള്ളി ഗേറ്റ് വീടുകൾക്ക് ആവശ്യമുള്ളത് കൊടുക്കും. പുള്ളിക്ക് കമ്മീഷൻ വ്യവസ്ഥയിൽ സൈറ്റ് വന്ന് നോക്കിയിട്ട് വീട് ഗേറ്റ് വേണ്ടവരൊക്കെ കണ്ടുപിടിച്ച് പുള്ളി വീട് ക്യാൻവാസ് ചെയ്ത് അവിടെ പോയി ഇന്നടത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് വരെ ഇന്ന റേറ്റ് ചെയ്ത് കിട്ടുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്ന പുള്ളിയാണ്. അപ്പോൾ പുള്ളി ഞങ്ങൾ ഇവിടെ ഈ പണി നടക്കുന്ന റോഡിൽ പോയതാണ്. ഒന്ന് വീടുകൾ ഇങ്ങനെയൊക്കെ പൊങ്ങി വന്നിട്ട് പുള്ളി വിചാരിച്ചു ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇപ്പോൾ വന്നപ്പോൾ ഇങ്ങനെയാണ് കണ്ടത്, ഇദ്ദേഹത്തെ കണ്ടു ഇങ്ങനെ ഗേറ്റിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വീട് വിൽക്കാനുള്ളതാണോ എന്ന് ചോദിച്ചു. അങ്ങനെയാണിത്. പുള്ളി പോയി പുള്ളിക്ക് അറിയാവുന്ന ഒരാളോട് പറഞ്ഞു. അയാളിങ്ങനെ പെരുമ്പാവൂർ അന്ന് ഒരു 10 വീടുകൾ ഇയാൾ പോയി കണ്ടു എന്നാണ് ഞങ്ങളുടെ അടുത്ത് പിന്നെ പറഞ്ഞത്. ഈ വാങ്ങിയ പുള്ളി സാറേ ഞങ്ങളൊരു 10 വീട് കണ്ടു. രാവിലെ ഒരു 11 മണി, എത്ര മണിക്കാണ് അവർ വന്നത്? 10:15 വരെ. അതിനുള്ളിൽ അവർ 10 വീടുകൾ ഈ ചുറ്റുപാട് ലൊക്കാലിറ്റിയിൽ കണ്ടു കഴിഞ്ഞിട്ട് അവർ പോയി. അന്നേരം അഭിപ്രായം പറഞ്ഞത്. അന്ന് തന്നെ വൈകുന്നേരം ഞങ്ങളെ വിളിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് സംസാരിച്ചു. അന്ന് തന്നെ അതിൻ്റെ കച്ചവടമായി. അപ്പോൾ അതിനകത്ത് ഈ കൂടുതൽ ഗേറ്റ് വന്ന പുള്ളിയിൽ അവിടെ കൊണ്ടുവന്ന് കാണിച്ചേച്ച് പുള്ളി പോയി. ഓക്കെ, പുള്ളി ശരിക്കും ബ്രോക്കറല്ല, പുള്ളിക്കാരെ ബിസിനസ് അറിയില്ല. പക്ഷെ രണ്ടാമത് പിന്നെ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് പുള്ളിയുടെ പൈസയും കൊടുക്കും. ഓഹോ, പെട്ടെന്ന് ആശ്ചര്യച്ചിട്ടുണ്ടോ അല്ലേ? ഈ വളയഞ്ചിറങ്ങരയുള്ളൊരു പാർട്ടിയാണ്. എന്തായാലും ഈ ഒരു അരമണിക്കൂർ പോയത് സമയം തന്നെ നമ്മൾ അറിഞ്ഞില്ല. വളരെ രസകരമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു ഈ പനയഞ്ചേരി എൻക്ലേവിൽ ഇരുന്നുകൊണ്ടുള്ള ഇൻ്റർവ്യൂ. അപ്പം ഈ പ്രേക്ഷകരോടൊപ്പം നിങ്ങളുടെ ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയും ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരികയും ചെയ്തതിന് നിങ്ങൾക്ക് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. ഒപ്പം തന്നെ പനയഞ്ചേരി എൻക്ലേവിൻ്റെ അടുത്ത പ്രൊജക്റ്റും കൂടി ഈ രീതിയിൽ തന്നെ വളരെയധികം സക്സസ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു സാർ. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് താങ്ക് യു സാർ. താങ്ക്സ് അലോട്ട് സാർ. താങ്ക് യു. ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ച് ഞങ്ങളുടെ വെഞ്ചറിനെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരാനും ഒരവസരം തന്നതിന് കേരള വിഷനോടും എല്ലാ പ്രേക്ഷകരോടും ഉള്ള നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പോൾ ഇന്നത്തെ വിജയവീതി നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ നല്ലൊരു എൻക്ലേവിലായിരുന്നു ഇന്നത്തെ വിജയവീതി ചെലവഴിച്ചത്. ഇവിടുത്തെ പ്ലോട്ടുകൾ ഇനിയും കൊടുക്കാനുണ്ട്. താല്പര്യമുള്ളവർ നമ്മളുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ലൊരു ലൊക്കേഷനിലാണ് ഈ പ്രൊജക്റ്റ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നമ്മളുടെ വെബ്സൈറ്റിലുണ്ടാവും. നിങ്ങൾക്ക് വീണ്ടും കാണണമെങ്കിൽ നമ്മളുടെ eChannelIndia.tv എന്ന വെബ്സൈറ്റിൽ കയറി കാണാവുന്നതാണ്. അപ്പോൾ ഇനി ഇതേമാതിരി പുതിയൊരു ബിസിനസ് മേഖലയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.